الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിനെമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങളുമായി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, ആ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, അതിൻ്റെ ബലത്തിൽ ഓരോ രാവും പകലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരുപാട് ജനനി മൃതികൾ സംഭവിക്കുന്നു. ഭൂലോകത്തേക്ക് പലരും ആഗതമാകുന്നു, പുതിയ നാമ്പുകൾ വിടരുന്നു, പുതിയ പൂക്കൾ വിടരുന്നു. എന്നാൽ എത്രയോ ആളുകൾ മൺമറഞ്ഞു പോകുന്നു, എത്രയോ ഇലകൾ വാടിത്തളരുന്നു, എത്രയോ മരങ്ങൾ കടപുഴകി വീഴുന്നു. കാലം അഭംഗുരം അതിൻ്റെ യാത്ര തുടരുകയാണ്. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ വെച്ച നാളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന പലരും ഇല്ല. അവരൊക്കെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവരെ കൊണ്ടുപോയ ഓർമ്മ തളം കെട്ടി വരുന്നുണ്ട്. അത് നാട്ടിലുള്ളവരുണ്ട്, അതിൽ സുഹൃത്തുക്കളുണ്ട്, പലപ്പോഴും വീട്ടിലുള്ളവരും ഉണ്ടായിരുന്നു. പകച്ചുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യചിഹ്നം മനസ്സിൽ തട്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. വേർപാടും വിരഹവും എന്നും എപ്പോഴും അങ്ങനെയാണ്. മനുഷ്യന് കരയാവുന്നതിന് ഒരു പരിധിയുണ്ട്. പലപ്പോഴും ചില ദുഃഖങ്ങൾ കടല് പോലെയാണ്, അത് പിന്നെയും അതിൻ്റെ തിര അടിച്ചുകൊണ്ടേയിരിക്കും. എത്രമേൽ നിയന്ത്രിക്കുമ്പോഴും പിന്നെയും ചില ഓർമ്മകൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഓരോ മരണവും അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. ഇതുപോലൊരു മാസത്തിലാണ് പുണ്യനബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നുപോയത്.
ആ യാത്രയും ആ വേർപാടുമാണ് ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വിധം അതൊരു വിതുമ്പലും വിങ്ങലുമായിട്ട് അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നു എന്നുള്ളതൊരു സത്യമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ട് സംഗതികൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഓർക്കുന്നുണ്ട്. അത് മദീന പൂത്തുലഞ്ഞ ഒരു ദിവസമാണ്, മദീന ഹർഷപുളകിതമായ ഒരു ദിവസമാണ്, മദീന പ്രകാശപൂരിതമായ ഒരു ദിവസമാണ്. സകല മുഖങ്ങളും ആനന്ദത്തിലും ആമോദത്തിലും പൂക്കൾ വിടർത്തിയ ഒരു മുഹൂർത്തമാണ്. അത് ഹിജറയുടെ ദിവസമായിരുന്നു. കാത്തുകാത്തിരുന്ന വസന്തം അവർ കടകിലേക്ക് കടന്നു വന്നപ്പോ എല്ലാം സമർപ്പിച്ചൊരു ജനത കാത്തിരുന്ന ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട്. മരത്തിന്റെ മുകളിൽ നിന്നൊരു സ്വഹാബി വിളിച്ചു പറയുന്നുണ്ട്, ഞാനാണ് ആദ്യം കണ്ടത് എന്ന്. അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ആകാശത്തോളം വിശാലതയുണ്ടായിരുന്നു. എനിക്കാണ് ആ ഭാഗ്യം ആദ്യമുണ്ടായത്. അകലങ്ങളിൽ ഞാൻ അവരെ ആൾരൂപത്തെ കണ്ടു എന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അടുത്തടുത്ത് എത്തുമ്പോ അബൂബക്കറും അതുപോലെ തന്നെ പുണ്യനബിയുമാണ് എന്ന് അവർക്ക് ബോധ്യമായി. അതായിരുന്നു മദീന പുളകിതമായ ദിവസം. അനസ് റളിയല്ലാഹു അൻഹു എന്നെ തുടരുന്നുണ്ട്, മദീന കറുത്തുപോയ ഒരു ദിവസമുണ്ട്, മദീന കരഞ്ഞു പോയ ഒരു ദിവസമുണ്ട്, മദീന വാടിപ്പോയ ഒരു ദിവസമുണ്ട്. എല്ലാ മുഖങ്ങളും ദുഃഖഭാരത്താൽ എല്ലാ കഥനങ്ങളും കനം തൂങ്ങിയ ഒരു ദിവസമുണ്ട്. അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടാണ്. സമൂഹവും സമുദായവും ഖിയാമം വരെ പഠന വിധേയമാക്കേണ്ട ആ ജീവിതവും ആ മരണവും അങ്ങനെ തന്നെയാണ്. ജന്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്. ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് നിയോഗമാണെല്ലാം. കടന്നു പോകുന്ന ഓരോ വഴിത്താരകളും നിയോഗമാണ്, വേർപാടുകളും അതുപോലെ തന്നെയാണ്. പുണ്യനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്നൊരു രംഗമുണ്ട്. കാലങ്ങളപ്പോഴേക്ക് ഒരുപാട് കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് പ്രദേശങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ വിയോഗത്തിന്റെ ഏകദേശം അടുത്ത കാലമായിട്ടുണ്ട്. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ പോയി നടത്തേണ്ട വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെ പോയി നടത്തേണ്ട ദഅവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വേർപാടിന്റെ ഒരു നേരമാണ്, മുആദിനെ യാത്രയേക്കുന്ന നേരമാണ്. അപ്പോ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, യാ മുആദ് ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹദാ. മുആദ്, ഇനി ഇതുപോലെ അടുത്ത കൊല്ലം ഒരുപക്ഷേ നമ്മൾ കണ്ടു എന്ന് വരില്ല, ഇതുപോലെ നിനക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. ഇനി നീ ഇവിടെ വരുമ്പോ ചിലപ്പോ എന്റെ ഖബറിന്റെയും ഈ പള്ളിയുടെയും ഇടയിലൂടെ നീ നടന്നു പോകുന്നുണ്ടാകണം. ഫബകാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്നാണ്. അതൊരു വല്ലാത്തൊരു വേർപാടാണ്. ചില വിയോഗങ്ങൾ അങ്ങനെയാണ്. പ്രവാസത്തിന്റെ കരം തൂങ്ങിയിട്ട് ബാധ്യതകൾ ചുമലിലേറ്റിയിട്ട് പടിയിറങ്ങിപ്പോയ മനുഷ്യന്മാരുണ്ട്. രോഗശയ്യയിൽ കിടക്കുന്ന പിതാവെന്ന് കൈപിടിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നീ വരുമ്പോ നമ്മൾ കണ്ടു എന്ന് വരില്ല. അറം പറ്റിയ വാക്കങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഏതോ ഒരു ഫോൺ കോളിൽ അറിഞ്ഞു പിതാവ് എന്നേക്കുമായി വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്ന്. മുഖത്തേക്ക് ഇനി നോക്കാനാവാത്ത വിധം ആ മനുഷ്യൻ ആറടി മണ്ണിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്നുള്ള വിവരവും ചിലപ്പോൾ അറിഞ്ഞ് പകച്ചുപോയ ദിനരാത്രങ്ങളുണ്ട് ചിലപ്പോൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ. വേർപാടുകൾ എപ്പോഴും അങ്ങനെയാ. പുണ്യനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത് മുആദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാമാണ്. അതുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് അതൊരു വല്ലാത്തൊരു അനുഭവമായി തോന്നിയത്. സംവത്സരങ്ങൾ പ്രവാചക ജീവിതത്തിൽ ഒരുപാട് കടന്നു പോകുന്നുണ്ട്. അവസാനത്തെ ഒരു ഹജ്ജുണ്ട് നബിയുടെ, അവിടുത്തെ ആദ്യത്തെയും ഹജ്ജായിരുന്നു അത്. അതിലൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിന്റെ പേര് പോലും അവസാനത്തെ പ്രഭാഷണം എന്നാണ്. അതിന്റെ തുടക്കം പോലും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നബി സദസ്സിനെ കയ്യിലെടുക്കുകയായിരുന്നു. ഈ നാട് ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ദിവസം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ഈ പ്രദേശം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ഓരോന്നോരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.
അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ മിന്നി, എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അൽഖാകും ബഅദ അമീ ഹാദാ, ഇനി ഒരിക്കൽ ഇതുപോലെ നമ്മളിവിടെ കണ്ടുമുട്ടി എന്ന് വരില്ല. വേർപാടിന്റെ സ്വരങ്ങളായിരുന്നു സത്യത്തിൽ അത്. ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത് കടന്നു വരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അവിടത്തേക്ക് ഒരു തലവേദന ഉണ്ടായി. അത് അസഹനീയമായ തലവേദനയായിരുന്നു. ആയിഷ ബീവിയോട് വന്ന് പറയുന്നുണ്ട്, ആയിഷ, എനിക്കിന്ന് വല്ലാത്ത തലവേദനയുണ്ട്. അന്നത്തെ ഒരു രാത്രി പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ അടുത്ത് കടന്ന രാത്രി, ഇടക്ക് ആയിഷ നബിയെ കാണാതായി. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ നബി തൊട്ടടുത്തില്ല. അപ്പോഴാണ് നോക്കുന്നത്, തൊട്ടടുത്ത ഖബർസ്ഥാനിലേക്ക് പ്രവാചകൻ കടന്നുപോയിട്ടുണ്ട്. അവിടെ പോയി അവിടുത്തെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ്. അപ്പോഴായിഷ ബീവിക്ക് ഒരു തലവേദന അനുഭവപ്പെട്ടു എന്നാണ്. പുണ്യനബി തിരിച്ചു വന്നപ്പോ ആയിഷ ബീവി പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട് പ്രവാചകരെ. അസഹനീയമായ തലവേദനക്കൊരു ഭർത്താവിന്റെ ആലിംഗനവും ആശ്വാസവും മധുരമായ വാക്കുകളും ഉണ്ടായിരുന്നു അന്ന്. ഫാത്തിമ, ആയിഷ, എനിക്ക് മുമ്പെങ്ങാനും നീ മരിച്ചാൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, ഞാൻ തന്നെ നിന്നെ കഫൻ ചെയ്യും, ഞാൻ തന്നെ നിനക്ക് വേണ്ടി നമസ്കരിക്കും, ഞാൻ തന്നെ നിന്നെ മറവ് ചെയ്യും. ആയിഷ ബീവി പിന്നീട് പറയുന്നുണ്ട്, ആ രാത്രി എന്റെ തലവേദന മാഞ്ഞുപോയി എന്നാണ്. പ്രതിസന്ധികൾ വീഴുന്ന ഒരു നേരത്ത്, പതർച്ചകൾ അനുഭവപ്പെടുന്ന ഒരു നേരത്ത് ഏറ്റവും പ്രിയപ്പെട്ടവന്റെ താങ്ങിന്റെ ഒരു വാക്കുണ്ട്. അത് വല്ലാത്തൊരാശ്വാസമാണ്. ഒന്നുമില്ലെന്നറിയുമ്പോഴും എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലാണ്. ഒന്നുമില്ലെന്നറിയുമ്പോഴും ഒരുപാട് നേടിയെന്ന ഒരു തോന്നലുണ്ട്. ആ ആശ്വാസത്തിൽ അത് കാണുന്നുണ്ട്. പറഞ്ഞു വന്നത്, നബിയുടെ തലവേദന പിന്നെ മാറിയിട്ടില്ല എന്നാണ്. അത് അവിടുത്തെ മരണത്തിലേക്ക് കടന്നു പോകുന്നു. അസഹനീയമായ വേദനകൾ അവിടത്തേക്ക് അനുഭവപ്പെടുന്നു. അപ്പോഴേക്ക് മരണത്തിന്റെ ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. ഒരാഴ്ച കൂടിയേ നബിക്ക് ഭൂമിയിൽ അവസരം അല്ലാഹു കൊടുക്കുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ബോധക്ഷയം ഉണ്ടാകുന്നു. അതിനിടയിൽ ഓർമ്മ വരുന്നു നബിക്ക്. ആ ഓർമ്മ വരുമ്പോ പ്രവാചകൻ പറയുന്ന ചില വാക്കുകൾ സഹീഹ് ബുഖാരി തന്നെ രേഖപ്പെട്ടിട്ട് കാണാം. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂതന്മാരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റ് പറഞ്ഞ എന്താണെന്നറിയോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധനാലയമാക്കി മാറ്റിയിട്ടുണ്ട്. വർത്തമാനകാലത്ത് ഒരു സമൂഹം എത്തിപ്പെട്ട അപജയം എത്ര ആഴത്തിലുണ്ട് എന്ന് നമുക്കറിയാം. സത്യം ചെയ്യാൻ, വിഷമം പറയാൻ, മോഹം തീർക്കാൻ ഖബറുകളിൽ നിന്ന് ഖബറുകളിലേക്ക് തേടിപ്പോകുന്ന വർത്തമാനകാലത്തെ മേൽവിലാസം ഒട്ടിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് ഓർക്കുമ്പോ ആ വാക്കുകൾ എത്ര കനപ്പെട്ടതായിരുന്നു. ജൂതന്മാരെ ശപിച്ചു, ക്രിസ്ത്യാനികളെ ശപിച്ചു. അവർ ചെയ്ത തെറ്റ്, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടം അത് ആരാധനാലയമാക്കി എന്നാണ്. ഒരുപാട് സംഗതികൾ ഒരുപാട് ആഴത്തിൽ ഇന്നും അവിടെ പഠിക്കാനുണ്ട്. അന്ന് ഈ പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. പടച്ച റബ്ബേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത് റബ്ബേ. ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ അർശിലേക്ക് കയറിപ്പോയതും ഖിയാമം വരെ അതങ്ങനെ നിലനിൽക്കുന്നതും ഇന്നും ലോകത്ത് എന്തുമേൽ മാറ്റങ്ങളുണ്ടെങ്കിലും എന്തുമേൽ പ്രതിസന്ധികളുണ്ടെങ്കിലും ഇപ്പോഴും അത് അത്ഭുതമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ നോക്കിക്കാണാൻ സാധ്യമാണ്. ഇനി 4 നാളെ പ്രവാചകൻ ഭൂമിയിൽ ബാക്കിയുള്ളൂ. മരണത്തോടെ അവിടുന്ന് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടത്തേക്ക് പള്ളിയിൽ വരാനാകുന്നില്ല. വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, താങ്കൾ ഇനി ഇമാമ നിൽക്കണം. നമസ്കാരം പ്രധാനമായിരുന്നു എപ്പോഴും. അതുകൊണ്ടാണ് ബോധക്ഷയത്തിനിടയിൽ പറഞ്ഞൊരു വാക്ക് അസ്വലാ, അസ്വലാ, നിങ്ങൾ നമസ്കാരം സൂക്ഷിക്കണം എന്നാണ്. നിങ്ങൾ നിസ്കാരം സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് ഇമാമ നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. അത് മുടക്കാൻ ഒരാൾ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളും
പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയുമായ ആയിഷ റളിയല്ലാഹു അൻഹ അവര് വന്ന് പറയുന്നുണ്ട് നബിയോട്, അല്ലാഹുവിന്റെ റസൂലേ, ബാപ്പയെ ഏൽപ്പിക്കണ്ട, ബാപ്പ കരയും. ഖുർആൻ ഓതുമ്പോ ഒറ്റക്കിരുന്ന് എന്റെ ബാപ്പ കരയുന്നത് ഞാൻ കാണാറുണ്ട്. വിതുമ്പി വിതുമ്പി കരയും ബാപ്പ. ഞങ്ങളിങ്ങനെ നോക്കുമ്പോ ഖുർആനിലേക്ക് അവിടുത്തെ കണ്ണുനീരിങ്ങനെ വീഴുന്നത് കാണും. അത്രമേൽ ഈ പ്രവാചകന്റെ അനുയായി, വിശുദ്ധ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായി കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ബാപ്പയെ ഏൽപ്പിക്കരുത്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ പ്രവാചകൻ തെരഞ്ഞെടുത്തു. ആയിഷ, നിങ്ങൾ ആ വർത്തമാനം എന്നോട് പറയണ്ട. നിങ്ങളെ എനിക്കറിയാം. നിങ്ങൾ പണ്ട് യൂസുഫ് നബിയെ പറ്റിച്ച വിഭാഗമാണ്, യൂസുഫ് നബിയെ പ്രയാസപ്പെടുത്തിയ വിഭാഗമാണ് നിങ്ങൾ. ഫലിതം കലർന്ന, എന്നാൽ അതിശയോക്തി കലർന്ന, എന്നാൽ ഒരുപാട് ആശയ ഗർഭമുള്ള പദപ്രയോഗങ്ങൾ അന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയുണ്ടായി. മരണത്തിന്റെ ദിവസം കടന്നു വരുന്നുണ്ട്. അന്നത്തെ സുബഹിയുടെ നേരമുണ്ട്. നബിയുടെ വിരി ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോ നിസ്കരിക്കാൻ കൈകെട്ടിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമാണ്. ഒരു ജനത സിദ്ദീഖിനെ തുടരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരി നീങ്ങിയതും ആ നോട്ടം കണ്ട്, ആ നമസ്കാരം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാണ്, ഫതബസ്സമ എന്നാണ്. പ്രവാചകൻ ചിരിച്ച സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് അറബ് കിതാബുകൾ ഒരുപാട് പഠനം നടത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണത്. ഞാൻ പോയാലും ഈ വസന്തം നിലനിൽക്കാൻ, ദീന് നിലനിൽക്കാൻ, പാരമ്പര്യം നിലനിൽക്കാൻ, ആദർശം നിലനിൽക്കാൻ, നാട് നിലനിൽക്കാൻ, സംസ്കാരം നിലനിൽക്കാൻ, മനുഷ്യൻ നിലനിൽക്കാൻ എനിക്ക് സിദ്ദീഖ് പിൻഗാമിയായിട്ടുണ്ട് എന്നുള്ള, ആ സിദ്ദീഖിന്റെ കീഴിൽ ഒരു ജനത രൂപാന്തരപ്പെടുന്നു എന്നുള്ള സന്തോഷാതിരേകം പോലെ, അവിടുന്ന് പുഞ്ചിരി തൂകുന്ന പോലെ സമയം പിന്നെ കടന്നു പോകുന്നുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവിടുത്തെ അസഹനീയമായ വേദനയെ പറ്റി അപ്പൊ പറയുന്നുണ്ട്. ഇന്നലിൽ മൗതി സക്റാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, അത് മരണത്തിന്റെ സമയമായിട്ടുണ്ട്. ചേർത്തു പിടിച്ചു മകളെ, ആലിംഗനം ചെയ്തു മകളെ, കാതിൽ സ്വകാര്യം പറഞ്ഞു മകളോട്. ആദ്യത്തെ സ്വകാര്യത്തിൽ മകൾ വിതുമ്പി വിതുമ്പി കരഞ്ഞുപോയി. വാ കർബ അബീ, എന്റെ പിതാവിന്റെ വേദന എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മകൾ വിതുമ്പിയിട്ടുണ്ട്. പിന്നെയും അവിടുത്തെ കാതിൽ പിന്നെയും സ്വകാര്യം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ചിരി വിടർന്നുപോയി, അവിടുന്ന് പുഞ്ചിരിച്ചുപോയി. കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വേർപാടിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, എന്നും നിന്നോട് ചോദിക്കണമെന്ന് ഞാൻ കരുതിയതാണത്. എന്താണെന്ന് നിങ്ങൾ ചിരിച്ചതും അന്ന് തന്നെ നിങ്ങൾ കരഞ്ഞതും? ഒരേ നിമിഷം നിങ്ങളുടെ കരച്ചിൽ പിന്നെ ചിരി. അപ്പൊ ആ രഹസ്യം പങ്കുവെച്ചു കൊടുത്തു. എന്റെ നബി എന്നെ വിളിച്ചു പറഞ്ഞ സ്വകാര്യം പറഞ്ഞത്, ഞാൻ പോകും, എന്റെ അടുത്തേക്ക് ആദ്യമായി സ്വർഗത്തിലേക്ക് വന്ന് ചേരുന്നത് പൊന്നുമോളെ ഫാത്തിമ, അത് നീയാണ്. അപ്പോഴാണ് ചിരി വന്നത് എന്നാണ്. അതിനു മുമ്പ് എനിക്ക് മരണമാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് കരഞ്ഞുപോയി എന്നുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വസന്തവും വിട പറയാൻ സമയമാകാറുണ്ട്. ഓരോ പൂർണ്ണതക്കും അതിനൊരു അന്ത്യമുണ്ട്. പൂർണ്ണമായ പ്രകാശമെത്തുമ്പോ പിന്നെ വരാനുള്ള ഒരു കൂരിരുട്ടുണ്ട്. ചില പൂർണ്ണതകൾക്ക് ചില വിരാമങ്ങളുണ്ട്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചങ്ങനെ കിടക്കുന്ന രംഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അപ്പ അബ്ദുറഹ്മാൻ കടന്നു വന്നു. അത് സിദ്ദീഖിന്റെ മകനാണ്, അത് ആയിഷ ബീവിയുടെ സഹോദരനുമാണ്. പ്രവാചകന് വേണ്ടി അദ്ദേഹം ഒരു മിസ്വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റാക്ക് കൊണ്ടുവന്നിട്ട് പ്രവാചകന് പല്ല് തേക്കാൻ തുടങ്ങുമ്പോ അവിടുത്തെ വേദന അറിഞ്ഞു സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ അതെടുത്ത് കടിച്ചു, എന്നിട്ട് അതിന്റെ തലപ്പ് പദം വരുത്തി, എന്നിട്ട് പ്രവാചകന് അവസാനമായിട്ട് പല്ല് തേച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആയിഷ പറയുന്നുണ്ട്, എന്റെ ഉമിനീരും നബിയുടെ ഉമിനീരും ഒന്നിച്ചു കലർന്ന ഒരു നിമിഷം, എന്റെ വിയർപ്പും നബിയുടെ വിയർപ്പും ഒന്നിച്ചു കലർന്ന ഒരു നിമിഷം, ഈ മടിത്തട്ടിൽ കടന്നിട്ട് എന്റെ നബി ഈ ലോകത്തോട് വിട പറയുന്ന ഒരു നിമിഷം. യാ റബ്ബ് ഇല റഫീഖിൽ അഅ്ലാ,
ഉന്നതമായ സവിധത്തിലേക്കെന്ന് പറഞ്ഞ് പ്രവാചകൻ കടന്നുപോയ ഒരു സന്ദർഭം. അപ്പോഴാ മദീന കരഞ്ഞുപോയി. മദീനക്ക് ഇനി അത്രമേൽ സങ്കടം ഇനി വരാനില്ല. നബി മരിക്കില്ലെന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുക്കുന്നുണ്ട്. എന്റെ നബി മരിക്കില്ല, മരിച്ചു എന്ന് പറഞ്ഞവന് ഞാൻ വധിച്ചു കളയുമെന്ന് ആവേശവും എല്ലാ തരത്തിലുമുള്ള വികാരവും മുറ്റിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പ്രവാചകൻ അവിടെ പുതച്ച് കടത്തിയിട്ടുണ്ട്. അതൊരു ആ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ ബാധ്യസ്ഥരാണ്. ഓരോ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ടേ പറ്റൂ. ചിലതൊക്കെ സ്വപ്നമാണെന്ന് ആദ്യഘട്ടത്തിൽ തോന്നിയെങ്കിലും പിന്നെ ബോധ്യപ്പെടും വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ബോധ്യപ്പെടും ബാപ്പയെ തന്നെയാണ് പൊതിഞ്ഞിട്ടുള്ളത്. പിന്നെ ബോധ്യപ്പെടും 6 അടി മണ്ണിലേക്ക് തന്നെയാണ് ഇറക്കി വെക്കുന്നത്. പിന്നെ ബോധ്യപ്പെടും ഇത് ജീവിതത്തിന്റെ അന്ത്യമാണെന്ന്. ഓരോ വികാരങ്ങളും പലപ്പോഴും മനുഷ്യനെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. പുറത്ത് ഉമറിന്റെ ബഹളമുണ്ട്, അകത്തേക്ക് അബൂബക്കർ കയറുന്നുണ്ട്. അവിടുത്തെ പ്രവാചകന്റെ മുഖത്തെ തുണി അബൂബക്കർ നീക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. യാ ബി അബി അൻത വ ഉമ്മി തിബ്ത ഹയ്യൻ വ മയ്യിതൻ. എന്റെ പിതാവ് അങ്ങ്, എന്റെ മാതാവ് അങ്ങ്. അറബികൾ സ്നേഹപ്രകടനത്തിന് പറയുന്ന വാക്കായിരുന്നു അത്. തിബ്ത ഹയ്യൻ വ മയ്യിതൻ. അങ്ങ് ജീവിച്ചപ്പോഴും സുഗന്ധമാണ്, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ്. ജീവിതത്തിലും അങ്ങ് വിശുദ്ധനാണ്, മരണത്തിലും അങ്ങ് വിശുദ്ധനാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞു അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് നബി ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. വമൻ കാന യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അവന് മരണമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാ. ഇതുമ്പുന്ന ഒരു സദസ്, എല്ലാം ഞെട്ടിത്തെരിച്ചൊരു സദസ്സിലേക്ക് ഖുർആനിലെ ഒരായത്ത്, ആല ഇമ്രാനിലെ ഓതിവച്ച 144-ാമത്തെ ആയത്ത് സിദ്ദീഖിന്റെ വായിലൂടെ അവർ ആദ്യമായി കേൾക്കുന്ന പോലെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, മുമ്പേ കടന്നുപോയ നബിമാരെ പോലെ ഒരു പ്രവാചകൻ. അഫഇമ്മാത, ചിലപ്പോ ആ പ്രവാചകൻ മരിച്ചാലോ, ഔ ഖുതില, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാലോ, ഇൻഖലബതും അലാ അഅഖാബിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ, വമൻ യൻഖലിബു അലാ അഖിബൈഹി, നിങ്ങൾ ആര് പിന്തിരിഞ്ഞു കളഞ്ഞാലും ഫലൻ യദുറല്ലാഹ ശൈആ, അല്ലാഹുവിനതൊരു പ്രയാസമല്ല കേട്ടോ. വസയജിൽസില്ലാഹു ശാകിരീൻ, നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹ് പ്രതിഫലം നൽകുന്നതുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ആ ആയത്ത് ഇങ്ങനെ ഇറങ്ങി ഓതിയപ്പോ എനിക്ക് തോന്നി വഹയ്യ് സിദ്ദീഖിന് കിട്ടിയോ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ജിബ്രീൽ വന്നു എന്ന് തോന്നിപ്പോയി. സത്യത്തിൽ ഇത് ഉഹദിന്റെ രണാങ്കളത്തിൽ ഇറങ്ങിയ ആയത്തായിരുന്നു. അത് പറഞ്ഞു വന്നത് പുണ്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതം, അവിടുത്തെ വഫാത്ത് ഒരു സമൂഹത്തിന് പാഠമാണ്. അവിടുത്തെ ഇത്തിബാഴ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ സ്നേഹപ്രകടനത്തിന്റെ പ്രധാനം. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ചര്യയായി നിലനിർത്തുക എന്നുള്ളതാണ് അവിടത്തോടുള്ള സ്നേഹത്തിന്റെ നിദാനം. ജന്മദിനം എന്ന് പറയുന്ന ഒരു ആഘോഷം അത് ക്രൈസ്തവർ ദാനം നൽകിയതാണ്. അത് സമുദായം കാലത്തിന്റെ ഏതോ കോണിൽ ഏറ്റെടുത്തു എന്ന് മാത്രം. അങ്ങനെ ഒരാഘോഷം ദീനിന്റെ ഭാഗമേ അല്ല. അത് പിൽക്കാലത്ത് കടന്നു വന്ന പുത്തൻ ആചാരങ്ങൾ മതത്തിന് നിറം നൽകിയപ്പോ വന്നുപെട്ട ചില അപജയങ്ങളിൽപ്പെട്ട ചില സംഗതികൾ മാത്രമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, അവിടുത്തെ ജീവിതം, അവിടുത്തെ അനുഭവങ്ങൾ, അവിടുത്തെ കുടുംബം, അവിടുത്തെ സംസ്കാരം എല്ലാം പഠനവിധേയമാക്കുക, അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ മാർഗം അനുധാവനം ചെയ്ത് ജീവിത വിജയം പുൽകുന്ന സച്ചരിതരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.